നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അനധികൃത സംഘടനയുടെ പേരിൽ പ്രവാസികളിൽ നിന്നും പണപ്പിരിവ്, കർശന നടപടിയെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ. പള്ളുത്തുരുത്തി സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം. കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത വളർത്താൻ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢനീക്കം സംശയിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ്. ട്രാക്ക് ഉണർന്നു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ തുടക്കം. കുതിച്ചുപാഞ്ഞ് ആദ്യ ദിനം. മറവൻതുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ട് വരെ വികസനമെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി OR കേളു. വാർത്തകൾ വിശദമായി. പെൻഷൻ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയ അനധികൃത സംഘടനയുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ. ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ കമ്മീഷൻ മുൻകൈയെടുത്ത് പ്രചരണം നടത്തുമെന്നും ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. പെൻഷൻ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്നും വ്യാപക പണപ്പിരിവ് നടത്തിയ അനധികൃത സംഘടനയ്ക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ അറിയിച്ചു. കോട്ടയം ആസ്ഥാനമായുള്ള പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ അംഗത്വ ഫീസ്, അംശാദായം എന്നീ ഇനങ്ങളിലാണ് പണം വാങ്ങിയത്. 25,000-ഓളം പേർ അംഗത്വം എടുത്തതായാണ് കമ്മീഷന് ലഭിച്ച വിവരം. ഇവർക്ക് അംഗത്വ കാർഡ് നൽകുകയും ചെയ്തു. ഈ സംഘടനയ്ക്ക് നോർക്കയുടെയോ നോർക്ക റൂട്ട്സിന്റെയോ അംഗീകാരമില്ലെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കളക്ടറേറ്റിൽ നടന്ന പ്രവാസി കമ്മീഷൻ അദാലത്തിൽ ഈ സംഘടനയ്ക്കെതിരായ പരാതികളും ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പരാതിക്കാരോട് കമ്മീഷൻ ചോദിക്കുന്നതിനിടെ മറ്റ് ആവശ്യങ്ങളുമായി അദാലത്തിലെത്തിയ നിരവധി പേർ ഇതേ സംഘടനയ്ക്ക് പണം നൽകിയതായി വെളിപ്പെടുത്തി. സംഘടനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് കമ്മീഷൻ നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് വ്യക്തമാക്കി. ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ പോലീസ് മുഖേന അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർക്കയ്ക്കും നോർക്ക റൂട്ട്സിനും ഒക്കെ ഞങ്ങൾ ഇന്റിമേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് കണ്ടമാനം പരാതികൾ വരുന്നുണ്ട്. ഈ പൈസ ഇവർ കളക്ട് ചെയ്യുന്നതല്ലാതെ സമയത്ത് ഇവർ ഇതിപ്പോ ശരിക്കും ഒരു ഫെസിലിറ്റേറ്റർ പോലെ ഒരു രജിസ്റ്റേർഡ് ഏജന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ നോർക്കയുമായിട്ടോ നോർക്ക റൂട്ട്സുമായിട്ടോ ഈ കമ്മീഷനുമായിട്ടോ യാതൊരു ബന്ധമുള്ളവരല്ല. പക്ഷെ അവര് ഒരു ഏജന്റ് പോലെ ഇവർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു തരാം, പൈസ തന്നാൽ ഞങ്ങൾ അവിടെ പൈസ അടയ്ക്കാം, വരിസംഖ്യ ഞങ്ങൾ അടയ്ക്കാം, പെൻഷൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ അത് വെച്ചാൽ നമ്മൾ സർക്കാരിലേക്ക് സാധാരണ അപ്രൂവ്ഡ് ഏജൻസി വാങ്ങുന്നതിന്റെ 3 times 4 times എമൗണ്ടാണ് ഇവർ വാങ്ങിക്കുന്നത്. കൊടുക്കുന്നവർക്ക് അറിയത്തില്ല ശരിക്കും ഇത് എത്രയാണ് കൊടുക്കണ്ടേന്നുള്ളത്. പ്രവാസികളുടെ ക്ഷേമത്തിനെന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ കെണികളിൽ വീഴുന്നവരുടെ പരാതികൾ വർദ്ധിച്ചു വരികയാണ്. അദാലത്തിൽ ആകെ 126 പരാതികൾ പരിഗണിച്ചു. പുതിയതായി ലഭിച്ച 74 പരാതികളും ഇതിൽ ഉൾപ്പെട്ടു. കമ്മീഷൻ അംഗങ്ങളായ PM ജാബിർ, ഡോക്ടർ മാത്യൂസ് K ലൂക്കോസ്, ജോസഫ് ദേവസ്യ പൊന്മാങ്കൽ, സെക്രട്ടറി R ജയറാംകുമാർ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളുത്തുരുത്തി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ശിരോവസ്ത്രം ധരിച്ച വിഷയത്തിൽ കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത വളർത്താൻ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢനീക്കം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു. സ്കൂളിന്റെ PTA പ്രസിഡന്റ് NDAയുടെ ഭാഗമായുള്ള ഒരു കക്ഷിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ്. PTA പ്രസിഡന്റിന്റെ ഇടപെടലോടെയാണ് പ്രശ്നം രൂക്ഷമായതെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അല്ല, ഒരു കുട്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് കുറെ പേര് ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ തട്ടപ്പെട്ടു വന്നെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ല, അവരുടെ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ ആവശ്യം പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ട് പറ്റില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഇവിടെ ജനപ്രതിനിധി ഉണ്ടായിരുന്നല്ലോ, അവരെ വിളിച്ചു വരുത്താൻ മേലായിരുന്നു, വിളിച്ചു വരുത്തിയില്ലല്ലോ. അപ്പൊ ഈ പുറത്തുനിന്ന് BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ് വിളിച്ചു വരുത്തിയത്. അവിടെ നിന്ന് സ്കൂളിന്റെ മുമ്പോട്ട് നിന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ? അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചന അജണ്ട ഇതിന് പിന്നിലുണ്ട്. ഇത് അവസാനിപ്പിക്കണം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പാലായിൽ തുടങ്ങി. 13 സബ് ജില്ലകളിലെ 3800ഓളം വിദ്യാർത്ഥികൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് MP മേള ഉദ്ഘാടനം ചെയ്തു. 23ാമത് കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കോട്ടയം ജില്ലയിലെ 13 സബ് ജില്ലകളിൽ നിന്നായി 3800ഓളം വിദ്യാർത്ഥികൾ 97 ഇനങ്ങളിൽ 3 ദിവസങ്ങളായി മത്സരിക്കുന്നു. മാർച്ച് ഫസ്റ്റോടുകൂടി മത്സരങ്ങൾ ആരംഭിച്ചു. കോട്ടയം ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഹണീജ അലക്സാണ്ടർ പതാക ഉയർത്തി. ഫ്രാൻസിസ് ജോർജ് MP മേള ഉദ്ഘാടനം ചെയ്തു. മാനസി കാപ്പൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി, പ്രതിപക്ഷ നേതാവ് സതീഷ് ചള്ളാനി, DEO സത്യപാലൻ P, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ബിജു ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിനിടയിൽ കായിക അധ്യാപകരുടെ പ്രതിഷേധവും നടന്നിരുന്നു.
കായികാധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്ന് എംപിയും MLAയും ഉറപ്പ് നൽകി. 3000 മീറ്റർ ഓട്ടത്തോടെയായിരുന്നു ആദ്യ ദിന തുടക്കം. ഹൈജമ്പ്, ലോങ് ജമ്പ്, ത്രോ ഇനങ്ങൾ തുടങ്ങി 27ഓളം ഇനങ്ങൾ ഇന്ന് നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം മറവൻതുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി OR കേളു നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ട് വരെ വികസനം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. കോട്ടയം മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ IHDP നഗറിൽ അംബേദ്കർ ഗ്രാമപദ്ധതി പ്രകാരം നടപ്പാക്കിയ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ട് വരെ വികസനം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതിന്റെ തെളിവാണ് അംബേദ്കർ ഗ്രാമവികസനം പോലുള്ള പദ്ധതികളെന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി 9 വർഷത്തിനിടയിൽ 750 കോടി രൂപ ചിലവിട്ടതായും മന്ത്രി OR കേളു പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് SC/ST വിഭാഗമാണ്. ആ SC/ST വിഭാഗത്തെ കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് നോക്കി കാണുന്നത് സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തി പോകേണ്ട കാര്യമുണ്ട്. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള, അവരുടെ സാമൂഹികപരമായിട്ടുള്ള, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള, അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൊതുസമൂഹത്തോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള ഇവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറവൻതുരുത്ത് IHDP കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രീതി, വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പോൾ തോമസ്, സീമ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ഭീതിയായി കാണപ്പെടുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായി വാഴൂർ SVR NSS കോളേജിലെ വിദ്യാർത്ഥികൾ ബോട്ടണി വിഭാഗം നേതൃത്വം നൽകിയ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രദർശനവും ശ്രദ്ധേയമായി. സംസ്ഥാനത്ത് ആശങ്കയുണർത്തുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വാഴൂർ SVR NSS കോളേജ് വാഴൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് ബോധവൽക്കരണ പരിപാടിയും വിദ്യാർത്ഥികളുടെ പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. വാഴൂർ പഞ്ചായത്ത് ഹാളിൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, നാഷണൽ സർവീസ് സ്കീം, നേച്ചർ ക്ലബ്ബ്, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ B ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി അധ്യക്ഷയായി. ബോട്ടണി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ജയകുമാർ K, കോളേജ് IQAC കോർഡിനേറ്റർ ബാബിൻ B, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകാന്ത് P തങ്കച്ചൻ, വ്യവസായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സാങ്കേതിക സെഷനിൽ ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും NSS പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ സുപ്രിയ R മുഖ്യപ്രഭാഷണം നടത്തി. അമീബ മലിനജലത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രീതി, രോഗലക്ഷണങ്ങൾ, ജലാശയങ്ങൾ ശുചീകരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ സുപ്രിയ ശാസ്ത്രീയ വിവരങ്ങൾ നൽകി. ഇവിടുന്ന് അങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ അത് ഒരു അതിന് മുമ്പേ തന്നെ നമ്മുടെ കാലത്ത് വെച്ചതാണ് ഈ ക്ലോറിനേഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം ക്ലോറിനേഷൻ ആണ് ഇതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ക്ലോറിനേഷൻ ഒരു 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം എന്ന രീതിയിൽ ക്ലോറിൻ കലക്കിയാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. വിദ്യാർത്ഥികൾ ഒരുക്കിയ പോസ്റ്റർ പൊതുജന ശ്രദ്ധ ആകർഷിച്ചു. ബോട്ടണി വിഭാഗം അധ്യാപകരായ ഡോക്ടർ രാജേഷ് MG, ഡോക്ടർ റാണി VS, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അശ്വതി R തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രീത പിള്ള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സനാതന ധർമ്മവും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ 100-ലധികം സന്യാസി വര്യന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 16-ന് കോട്ടയത്തെത്തും. കേരള സമൂഹം നേരിടുന്ന ധാർമ്മിക ച്യുതിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ധർമ്മ സന്ദേശയാത്ര. 16-ാം തീയതി രാവിലെ ജില്ലാ അതിർത്തിയായ മുണ്ടക്കയത്ത് എത്തുന്ന ധർമ്മ സന്ദേശയാത്ര 9 മണിക്ക് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുനക്കര മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ വിരാട് ഹിന്ദു സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ വിശുദ്ധാനന്ദ സ്വാമികൾ, ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ, വേദാമൃതാനന്ദപുരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സന്യാസിമാരെ സ്വീകരിച്ച്
9:30 മണിയോടുകൂടി ഗാന്ധി സ്ക്വയറിലെത്തി അവിടെ അതിഗംഭീരമായിരിക്കുന്ന സ്വീകരണം തുളസിമാലയൊക്കെ ഇട്ട് വാദ്യമേളങ്ങളോടെ താലപ്പൊലി അതുപോലെ പൂർണ്ണകൊമ്പം കൊടുത്ത് സന്യാസിമാരെ സ്വീകരിച്ച് ശ്രീരംഗം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ച് കൃത്യം 10 മണിക്ക് തന്നെ നേതൃസമ്മേളനം ആരംഭിച്ച് ഒരു 10 മിനിറ്റ് താഴെയുള്ള സാവധ ഭാഷണം, 10 മിനിറ്റ് താഴെയുള്ള ആമുഖ ഭാഷണം, അധ്യക്ഷ ഭാഷണം 7 മിനിറ്റോളം വരുന്ന അധ്യക്ഷ ഭാഷണം, അതിനുശേഷം വീണ്ടും ധർമ്മ സന്ദേശം. ചിദാനന്ദപുരി സ്വാമി കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹമാണ് ധർമ്മ സന്ദേശം കൊടുക്കുന്നത്. അതിൽ തങ്ങളുടെ ജീവിതകഥ വിരൽ തൊട്ട് വായിച്ചപ്പോൾ റോസമ്മയും സുധയും അതിരറ്റ സന്തോഷത്തിലായിരുന്നു. കാഴ്ചപരിമിതിയുള്ള ഇരുവരുടെയും ജീവിതം ബ്രെയിൽ ലിപിയിലാക്കിയത് കളത്തിപ്പടി മരിയൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ സ്കൂൾ മാഗസിനിലാണ് റോസമ്മയുടെയും സുധയുടെയും 4 പതിറ്റാണ്ട് നീണ്ട സൗഹൃദം പകർത്തിയത്. കാഴ്ചപരിമിതിയിലും തോളോടു തോൾ ചേർന്ന് ജീവിതത്തോട് പൊരുതുന്ന റോസമ്മയുടെയും സുധയുടെയും അതിജീവന കഥ തൊട്ടുവായിക്കാൻ അവസരമൊരുക്കി കളത്തിപ്പടി മരിയൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ മാഗസിനായ അറോറയിൽ ഉൾപ്പെടുത്തിയ 41 വർഷം നീളുന്ന ഇവരുടെ സൗഹൃദ കഥ ബ്രെയിൻലി ലിപിയിൽ തയ്യാറാക്കി സമ്മാനിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. കേൾക്കുന്നതിനേക്കാൾ മനോഹാരിത കൈവിരലുകൾ ഉപയോഗിച്ച് സ്വയം വായിക്കുമ്പോൾ ഇരുവർക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ബ്രെയിൻലി ലിപിയിൽ രചന തയ്യാറാക്കാൻ പ്രേരകമായതെന്ന് സ്റ്റുഡൻസ് എഡിറ്റർമാരായ റോസ എബ്രഹാമും സ്വീറ്റി സൂസൻ ജവാഹറും പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ എല്ലാവരും ടീം മെമ്പേഴ്സ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ കണ്ടെത്തുന്നതും ഇവരെ കാര്യം അറിഞ്ഞ് ഇവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ കഥ അറിയുകയും വളരെ അധികം ക്യൂരിയസ് ആയി ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വരികയും ഞങ്ങളുടെ കുഞ്ഞു ക്ലാസ്സിലെ പിള്ളേർ ഇവരോട് വന്ന് സംസാരിക്കുകയും അങ്ങനെയാണ് നമ്മളിതിൻ്റെ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മാഗസിൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. എല്ലാ ടീച്ചേഴ്സും പിന്നെ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സും എല്ലാ സ്കൂളിലെ മെമ്പേഴ്സും വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നന്മകൾ കൊണ്ട് മാത്രമാണ് അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആലുവയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 5ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചവരാണ് സുധയും റോസമ്മയും. അന്ന് പിരിഞ്ഞ അവർ പിന്നെ കണ്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകാതെ ജീവിക്കണമെന്ന ആഗ്രഹത്തിൽ ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുമിച്ച് താമസവും തുടങ്ങി. വരുമാനത്തിനായി KK റോഡിൽ കളത്തിപ്പടിക്ക് സമീപം ലോട്ടറി വിൽപ്പന ആരംഭിച്ചു. തന്നെ സ്ഥിരമായി പറ്റിച്ച് ലോട്ടറി തട്ടിയെടുത്ത 2 യുവാക്കളെ വസ്ത്രത്തിൽ ഒളിക്യാമറ വെച്ച് റോസമ്മ മാസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു. തിരിച്ചറിവുണ്ടായ യുവാക്കൾ ഇരുവരും ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തങ്ങളെ സന്ദർശിക്കാറുണ്ടെന്ന് റോസമ്മയും സുധയും പറയുന്നു. പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നും രചനകൾ രൂപപ്പെടുത്താനായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശം. അങ്ങനെയാണ് ഇരുവരെയും വിദ്യാർത്ഥികൾ കണ്ടെത്തിയത്. ഇവരോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കണ്ണാടി വിൽക്കുന്നവർ എന്ന രചന ശ്രദ്ധ നേടി. കോട്ടയം സഹോദയിൽ മാഗസിൻ മത്സരത്തിൽ അറോറയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. ബ്രെയിൻലി ലിപിയിൽ രചന തയ്യാറാക്കി നൽകാമെന്ന ആശയവും വിദ്യാർത്ഥികളുടേതായിരുന്നു. കാഴ്ചപരിമിതിയുള്ള റിട്ടയർഡ് അധ്യാപകനായ ഒളശ്ശേരി VR ഹരിദാസ് ബ്രെയിലി ലിപിയിൽ രചന തയ്യാറാക്കി നൽകി. പ്രിൻസിപ്പൽ ഷിൻസ് മാത്യു, സ്റ്റാഫ് എഡിറ്റർമാരായ റീബ യൂജിൻ, സുശീല ജോർജ്, അധ്യാപിക ഷീന രാമചന്ദ്രൻ എന്നിവരും പിന്തുണയേകി. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ മാഗസിൻ്റെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചേച്ചിമാരെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ സഹോദരിമാരെ കണ്ടെത്തിയത്. അപ്പോൾ മാഗസിനിൽ ഇവരുടെ ആ ചരിത്രം, ഇവരുടെ ആ ജീവിത മാർഗം തേടാനുള്ള ആ ഹാർഡ് വർക്ക്, ആ ബുദ്ധിമുട്ട് അത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് മാഗസിൻ അവാർഡ് കമ്മിറ്റിക്ക് അതൊരു സ്പെഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയും അതിനെ ബേസ് ചെയ്ത് കൂടിയാണ് ഞങ്ങൾക്ക് ഈ മാഗസിൻ്റെ സഹോദരിയുടെ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. അതിനായി പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സഹോദരിമാർക്ക് അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അവർ സ്വയം അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് കൂടാതെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ ആശംസകളും മരിയൻ സ്കൂളിന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത സംഘടനയുടെ പേരിൽ പ്രവാസികളിൽ നിന്നും പണപ്പിരിവ്, കർശന നടപടിയെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ. പള്ളുത്തുരുത്തി സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം. കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത വളർത്താൻ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢനീക്കം സംശയിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ്. ട്രാക്ക് ഉണർന്നു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ തുടക്കം. കുതിച്ചുപാഞ്ഞ് ആദ്യ ദിനം. മറവൻതുരുത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ട് വരെ വികസനമെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി OR കേളു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.